ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു വീട്ടമ്മയുടെ വയറ്റ് കത്രിക കുടുങ്ങിയ സംഭവം ഇന്ന് വലിയ ചർച്ചയായിരിക്കുകയാണ്. അതിന്റെ പേര് വലിയ പ്രതിഷേധങ്ങൾ കാണുന്നുണ്ടിരിക്കുകയാണ്. ശരിക്കും അവിടെ നടക്കുന്ന ചികിത്സാ പിഴവുകൾ ഇതാദ്യമല്ല. നമുക്കവിടെ വലിയ ബിൽഡിങ്ങുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നത് വലിയൊരു സത്യം തന്നെയാണ്. അതിലുപരി മനോഭാവം ഉള്ള ജീവനക്കാരുടെ മനോഭാവം. നമ്മളൊരു സ്വകാര്യ ആശുപത്രി ചെല്ലുമ്പോൾ അവര് നമ്മളോട് പെരുമാറുന്ന രീതി നമുക്കറിയാം. അവര് എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. പക്ഷെ ഒന്ന് ചിരിച്ച മുഖത്തോടെ ഒരു പുഞ്ചിരി പോലും തൂകാതെ വളരെ ദേഷ്യത്തോടെ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന ജീവനക്കാരെയാണ് നമുക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കാണാം. വണ്ടാനം മെഡിക്കൽ കോളേജ് എന്നല്ല, നമ്മുടെ ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ പലയിടത്തും കാണാൻ കഴിയും. അപ്പൊ ഈ മനോഭാവം തന്നെ വെച്ചു പുലർത്തുന്നതാണ് വലിയൊരു പ്രശ്നത്തിലേക്ക് വരുന്നത്. കാരണം ചെറിയ പ്രശ്നങ്ങൾ, പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പോലും എത്രത്തോളം ആൾക്കാരെ വെറുപ്പിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതിന്റെ പിന്നിൽ മറ്റൊന്നുമല്ല, ഈ സ്വകാര്യ ആശുപത്രി ലോബി. നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ WNC ആശുപത്രിയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു ലോബി, ഒരു സ്വകാര്യ ആശുപത്രി മുതലാളിമാരുടെ, ഏജന്റന്മാരുടെ പണിയാളുകൾ ഇതിനുള്ളിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. കാരണം ഒരു 3 വർഷം മുമ്പ് ആലപ്പുഴ WNC ഹോസ്പിറ്റലിൽ നിരവധി ആൾക്കാരാണ് എത്തിക്കൊണ്ടിരുന്നത്. രോഗികളുടെ ബഹളമായിരുന്നു. കാരണം പ്രസവ സംബന്ധമായ ഒരുപാട്. പക്ഷെ ഈ ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് ചില സ്വകാര്യ ആശുപത്രികൾ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഇപ്പൊ 4ഓളം സ്വകാര്യ ആശുപത്രികൾ ആലപ്പുഴ നഗരത്തിൽ പ്രസവ സംബന്ധമായ ചികിത്സ ചെയ്യുന്ന 4ഓളം സ്വകാര്യ ആശുപത്രികൾ തുടങ്ങി സജീവമായതിനു ശേഷം ഈ ആശുപത്രിയിൽ നിരന്തരം പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതിന്, ബോധപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. കാരണം അങ്ങോട്ട് ആരും വരരുത്, ഇനി അതിനാരും ചോദ്യം ചെയ്താൽ കേസിൽ വരെ കൊടുക്കുമെന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് തരുന്നു. അങ്ങോട്ട് ആരും വരാം. പരമാവധി നിവൃത്തിയുള്ളവര് എന്തെങ്കിലും വിറ്റ് പിറക്കിയിട്ടാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകണം എന്ന ഒരു മെസ്സേജാണ് ഈ ആശുപത്രി നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ അനാസ്ഥയും അശ്രദ്ധയും കാരണം പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഒരു നിസ്സാരവൽക്കരിക്കാൻ പോലും ശ്രമിക്കുകയാണ് ഈ ഒരു ഉഷ എന്ന് പറയുന്ന വീട്ടമ്മയുടെ വിഷയം. കാരണം അത് ഇടപെടാതെ, കാരണം ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തതുകൊണ്ട് ആ വിഷയം വലിയ ചർച്ചയാവും. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് വലിയ ചർച്ചയാവുന്ന കാര്യത്തിൽ ആരും സംശയമില്ല. നല്ല കിട്ടിയ പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടിയത് ചാകരയായിട്ട് അതിനെ കാണുകയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ആശുപത്രിയിലെ ചികിത്സാ പിഴവും അനാസ്ഥയും കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നമ്മുടെ 2024 നവംബർ 8 ഒരു കുട്ടി ജനിച്ചു. WNC ഹോസ്പിറ്റലിൽ ചികിത്സയിലിരുന്ന ഒരു കുട്ടിയാണ്. ഒരു അനീഷ് തുറമി ദമ്പതികളുടെ ഒരു കുഞ്ഞ് വൈകല്യത്തോട് ജനിച്ചു. ആ കുട്ടിയും ആ കുടുംബവും തീരാ ദുഃഖത്തിലാണ്, ദുരിതത്തിലാണ്. പക്ഷെ പല പല പരാതികൾ കൊടുത്തിട്ട് അന്വേഷിച്ചിട്ടൊന്നും എല്ലാം ഈ ഡോക്ടർമാർക്കും ഈ സംവിധാനത്തിന് അനുകൂലമായ നിലപാടാണ് ആരോഗ്യവകുപ്പും പോലീസും ഒക്കെ എടുക്കുന്നത്. കാരണം നമ്മൾ എത്ര പരാതി കൊടുത്താലും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നമ്മുടെ അധികാരികൾ. കാരണം വീണ്ടും വീണ്ടും കുറ്റം ആവർത്തിക്കാൻ വേണ്ടി അവർക്ക് ശക്തമായ സംഘടനാ ശക്തിയുണ്ട്. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ വളരെ ശക്തമായ പണവും സ്വാധീനവും എന്തിനും അടിക്കാൻ കഴിയാത്ത, പോലീസിനെ പോലും വിലക്കെടുക്കാൻ കഴിയുന്ന സംഘടനാ ശക്തിയുണ്ട്. ഈ സംഘടനാ ശക്തിയുടെ ബലത്തിലാണ് ഈ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വെല്ലുവിളി ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ അനീഷ് സുറുമി ദമ്പതികളുടെ കുഞ്ഞ് വളരെ അതിനെ കണ്ടാൽ സഹിക്കാൻ പറ്റത്തില്ല. കാരണം അത് വൈകല്യത്തോടെ ജനിച്ച് കുഞ്ഞ് ആയിട്ട് ആ കുടുംബം തീരാ ദുഃഖത്തില്ല. അത് മാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള വിഷ്ണു, നേതാജിയിലുള്ള ആകേഷ്, കാട്ടൂരുള്ള ജയരാജ്, പക്കി കൈതോനുള്ള സജിത്ത്, അങ്ങനെ നിരവധി കുട്ടികൾ, അവരുടെയൊക്കെ കുട്ടികൾ ഈ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം ദുരിത ജീവിതം വേണം. അതുകൊണ്ട് വൈകല്യത്തോടെ ജനിച്ചു അവരിനി ജീവിക്കണം. കൈക്കുഞ്ഞുങ്ങളാണ്, അവരിന് വളർന്നു വന്ന് ഈ നാട്ടിൽ ജീവിക്കണം. കാരണം ഇതിനൊക്കെ എവിടെ കൊണ്ട് ഇവരുടെയൊക്കെ പാവങ്ങൾ തീർക്കുമെന്നല്ല. കാരണം ഇവരെല്ലാം ന്യായീകരിക്കും. ഇവരാരും ഒരു ഡോക്ടർമാരും ഒരു നേഴ്സുമാരും ആരോഗ്യമേഖലയുള്ള ആരും തന്നെ അവരുടെ കയ്യിൽ നിന്ന് വീഴ്ചകൾ ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങൾ ഇനി ആവർത്തിക്കത്തില്ല എന്ന് പറയാൻ ആരും തയ്യാറാകത്തില്ല. അവരൊന്നെങ്കിൽ ആ വീഴ്ചകളെ ന്യായീകരിക്കും, അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കും, അല്ലെങ്കിൽ അവരുടെ താഴെയുള്ള ആരെയും തലയെ കെട്ടി വെച്ച് രക്ഷപ്പെടും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തായാലും ഈ അവസരത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ കിട്ടിയ ചാകര ആസ്വദിക്കുമ്പോൾ ഒരു കാര്യം പറയാം. ഈ WNC ആശുപത്രിയിലെ അനീഷ് തുർമി ദമ്പതികൾക്ക് ഉണ്ടായ ദുരിതം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അവർക്ക് സ്കാനിങ് സംബന്ധമായ പരാതികളൊക്കെ അവർക്കുണ്ട്. പക്ഷെ WNC ആശുപത്രിയിൽ ലക്ഷക്കണക്കിന് രൂപ വരെയുള്ള ഒരു സ്കാനിങ് മെഷീൻ ഉണ്ടായിട്ടാണ് ഈ സ്വകാര്യ ആശുപത്രിയുമായിട്ട് ഇവർ ടൈപ്പ് ആകുന്നത്. അവിടെയാണ് ശരി. ഇപ്പൊ തന്നെ ഈ വിഷയത്തില് വിവാദത്തിൽ വന്ന ഡോക്ടർ പോലും സ്വന്തമായിട്ട് സ്കാനിങ് സെന്റർ നടത്തുന്ന ആളാണ്. അപ്പൊ ഇവിടെ WNC ആശുപത്രിയില് സ്കാനിങ് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ആളില്ല. ലക്ഷക്കണക്കിന് രൂപയുള്ള ഉപകരണം വർഷങ്ങളായിട്ട് അവിടെ വെറുതെ ഇരിക്കുകയാണ്. അത് പ്രവർത്തിക്കാനായിട്ട് ആളെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
ജയസിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ട് അനുകൂലമായ ഒരു വിധിയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ WNC ഹോസ്പിറ്റൽ ആവശ്യത്തിന് റേഡിയോളജിസ്റ്റിനെയും അനസ്തേഷ്യ ഡോക്ടറെയും പോരായ്മകൾ അടിയന്തരമായിട്ട് പരിഹരിക്കണമെന്ന് പറയും മനുഷ്യാവകാശ കമ്മീഷൻ വിധിയുണ്ടായിട്ട് പോലും അതിനെ സ്വാഗതം ചെയ്യാൻ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ജീവകാരുണ്യ പ്രവർത്തകനും ഒരു നേതാവും ഒരു ജനപ്രതിനിധിയും ഇല്ല എന്നതാണ് സത്യം. അപ്പൊ എന്നാലും ഇത്തരം കാര്യങ്ങൾ വളരെ ദുഃഖകരമാണ്. ഈ സ്വകാര്യ ആശുപത്രി ലോബിയെ നിരക്ക് നിർത്തിയില്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.